الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم ونفسي أولا بتقوى الله قال تعالى في كتابه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون صدق الله العظيم. സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമേ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. ഇസ്ലാമിൻ്റെ തിരിച്ചുവരവ് ഒരു ദിവാസ്വപ്നമാണോ? ഇസ്ലാമിന് അതിജീവന ശേഷിയുണ്ട്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഓരോ ശ്രോതാവിൻ്റെയും മനസ്സിൽ യഖീനായി ഉറപ്പായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാമിൻ്റെ തിരിച്ചുവരവ് ഒരു വ്യാമോഹമല്ല. അത് ഞാനും നിങ്ങളും ഉറച്ചു വിശ്വസിക്കാം. ലോകത്തേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് തകർന്നതിന് ശേഷം എഴുന്നേൽക്കാനുള്ള അതിജീവന ശേഷിയുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് മാത്രമേ ഉള്ളൂ എന്നും നാം മനസ്സിലാക്കേണ്ടത്. ലോക ചരിത്രത്തിലെ നാഗരികതകളുടെ ഉത്ഥാന പതനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ, നാഗരികതകൾ ഉയർന്നു വരികയും തകർന്നു പോവുകയും ചെയ്യുന്ന ചരിത്രം പഠിച്ചാൽ, തകർന്നതിന് ശേഷം വീണ്ടും എഴുന്നേറ്റ് വരുന്ന നാഗരികതകൾ നമുക്ക് ദൃശ്യമല്ല.
തകരാനുള്ള കാരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരാനുള്ള ശക്തി അവശേഷിക്കാത്തതാണ് തകർന്നു പോയ എല്ലാ നാഗരികതകളും. അതുകൊണ്ട് നാഗരികതകളുടെ കഥകൾ നാം പഠിക്കുമ്പോൾ അത് കഴിഞ്ഞുപോയ ചരിത്രമാണ്. ഇത് ഓർക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ അനേകം നാഗരികതകളുടെ ചരിത്രം വിശദമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക നാഗരികത അത് വളരെ ശക്തമായ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമായതിനു ശേഷം വീണ്ടും ശക്തമായി തന്നെ തിരിച്ചു വന്ന ചരിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. ഇസ്ലാമിന്റെ ആരംഭകാലത്ത് ചെറുത്തുനിൽപ്പ് എന്നത് ഈ പ്രസ്ഥാനത്തിന് ആരംഭം മുതലേ അനിവാര്യമായിരുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതം മുതൽ നാം ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ആ കാലഘട്ടത്തിൽ ഒരാൾക്കും സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും ഉയർന്ന വിജയമായിരുന്നു മുസ്ലിങ്ങളുടേത്. അറേബ്യയിലെ സാമാന്യം എല്ലാവരെയും എടുത്ത് പരിശോധിച്ചാൽ അവിടെ എവിടെയും ഒരു നാഗരികതയ്ക്ക് രൂപം നൽകാൻ ശക്തമായ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ നാഗരികത രൂപപ്പെട്ടു വന്നത്. അത് ആ കാലഘട്ടത്തെ വെല്ലുന്ന രണ്ട് ശക്തികളിൽ ഓരോ ശക്തിയെയും സാവകാശം വെല്ലുവിളിക്കുകയും പരാജയപ്പെടുത്തുകയും ആ നാഗരികതയുടെ ഭൂപ്രദേശവും ജനങ്ങളും ഇസ്ലാമിക നാഗരികതയുടെ വക്താക്കളും അതിൻ്റെ ഗുണഭോക്താക്കളുമായി മാറുകയും ചെയ്തു. പേർഷ്യൻ സാമ്രാജ്യവും റോമ സാമ്രാജ്യവും ഇസ്ലാമിക നാഗരികതയുടെ ജൈത്രയാത്രയിൽ ഇല്ലാതായി. സ്വാഭാവികമായും തിരിച്ചടിക്കാനുള്ള വികാരമുണ്ടായി. 1096 ആരംഭിച്ച കുരിശ് യുദ്ധം ഏതാണ്ട് 200 വർഷം നീണ്ടു നിന്നു. 1291 കുരിശ് യുദ്ധം വിഖ്യാത മുസ്ലിം ഭരണാധികാരി സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ പൂർണ്ണമായും അവസാനിച്ചു. 200 വർഷക്കാലം യൂറോപ്പിലുള്ള മുഴുവൻ ക്രിസ്തുമത വിശ്വാസികളുടെയും പിൻബലത്തോടു കൂടി ആക്രമിക്കപ്പെട്ടു. അതോടുകൂടി ഇസ്ലാമിക സംസ്കാരം തിരോധാനം ചെയ്തോ? എന്നേക്കുമായി ഇല്ലാതായോ? സംഭവിച്ചില്ല. കൂട്ടത്തിൽ ഈ 200 വർഷങ്ങൾക്കിടയിലാണ് 1258 മുതൽ 60 വരെയുള്ള 2 വർഷക്കാലം 50കളുടെ ആരംഭത്തിൽ രൂപപ്പെട്ട തത്താരികൾ എന്ന് പറയുന്ന ഒരു ആർക്കും ജയിക്കാൻ കഴിയാത്ത, തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സമൂഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മംഗോളി വർഗത്തിൽപ്പെട്ട ആളുകൾ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കുകയും അവർ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്തു. ആ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിന് മുസ്ലിം സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളും വിധേയമായി അവസാനം അബ്ബാസിയ ഖിലാഫത്ത് 1258 പൂർണ്ണമായും തുടച്ചു മാറ്റപ്പെട്ടു. ബഗ്ദാദിന്റെ പതനം എന്ന പേരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ കണ്ണീരോടുകൂടി നാം വായിക്കുന്ന മഹാസംഭവം. മുസ്ലിങ്ങൾ തോറ്റുകൊടുത്തില്ല. 2 വർഷം കൊണ്ട് മുഴുവൻ ശേഷിയും പുനഃസംഭരിച്ച് 1260 സൈഫുദ്ദീൻ ഖുദ്സ് എന്ന ഇസ്ലാമിക ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ
ഐന് ജാലൂത്ത് എന്ന പലസ്തീനിലെ ഐന് ജാലൂത്ത് എന്ന സ്ഥലത്ത് വെച്ച് തത്താരികളുടെ നേതാവായ ഹൊളോക്കോവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രം അതിന്റെ ശക്തി തിരിച്ചു പിടിച്ചു. ഈ ഇടക്കാലത്ത് കുരിശ് യുദ്ധക്കാർ തത്താരികളുമായി സഹകരിച്ചുകൊണ്ടും ആക്രമണം നടത്തി. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള ശക്തമായ ആക്രമണങ്ങളെ നേരിടാൻ മുസ്ലിം ഭരണാധികാരികൾക്ക്, മുസ്ലിം സൈന്യത്തിന് സാധിച്ചു, പരാജയപ്പെട്ടില്ല. 1291 കുരിശ് യുദ്ധം അവസാനിച്ചതിന് ശേഷം 1299 മുതൽ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായ ഉസ്മാനിയ ഖിലാഫത്തിൽ ഇസ്ലാമിക സാമ്രാജ്യം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. 1000 പടക്കപ്പലുള്ള നേവിയായിരുന്നു ഉസ്മാനിയ ഖിലാഫത്തിന്റെ. 600 കൊല്ലക്കാലം ആ അന്തസ് നിലനിന്നു. കുറേശ്ശെയായി ശോഷിച്ചു പോയ അവരുടെ ശക്തി 1923 കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ 1923 അവസാനത്തിൽ തുർക്കിയിൽ കമാൽ പാഷയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു വിപ്ലവത്തോടു കൂടി അതിനു പിന്നിൽ ആഗോള ശക്തികളുടെ മുഴുവൻ സഹായം, ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരും ആഗോള ജൂതന്മാരും എല്ലാവരും കൂടി ഇസ്ലാമിക ഖിലാഫത്തിന്റെ പതനത്തിന് കാരണമായി. അത് 1923. 1924 ഇസ്ലാമിക ഖിലാഫത്തിന്റെ പതനം പ്രഖ്യാപിക്കപ്പെട്ടത്. 90 വർഷമായി എന്നാണ്. ഈ ഒരു കാലഘട്ടം നാം നേരത്തെ അബ്ബാസിയ ഖിലാഫത്തിന്റെ പതനം മുതൽ ഉസ്മാനിയ ഖിലാഫത്ത് വരെയുള്ള കാലം എടുത്തു നോക്കിയാൽ അല്പം ദൈർഘ്യം കൂടുതലുണ്ട്. അബ്ബാസിയ ഖിലാഫത്ത് 1260 നാമാവശേഷമായതെങ്കിൽ ഉസ്മാനിയ ഖിലാഫത്ത് ആരംഭിക്കുന്നത് 1299. ഒരു 40 വർഷം എടുത്തു ശക്തി സംഭരിച്ച് വീണ്ടും തിരിച്ചു വരാൻ. ഇത് ഒരു 100 കൊല്ലം തികയുന്നതിന് മുൻപ് ഇസ്ലാം തിരിച്ചു വരിക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ ചരിത്രത്തിലെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് തന്നെ സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിന് ഒരുപാട് കരുക്കളുണ്ട്. ചിലതെല്ലാം ഞാൻ നേരത്തെ ഖുതുബയിൽ പരാമർശിച്ചിട്ടുണ്ട്. ഒരുപാട് കരുക്കളും ആ കരുക്കളെല്ലാം നീങ്ങി അതിന്റെ രീതിയിലാകുമ്പോൾ 100 വർഷം തികയുന്നതിന് മുൻപ് ഇസ്ലാം വീണ്ടും അതിന്റെ ഇസ്സത്തിലേക്ക് തിരിച്ചു വരും. അതായത് 2024. ഇനി 10 വർഷവും കൂടി സമയമുണ്ട് മുസ്ലിങ്ങൾക്ക്. അതിനുള്ളിൽ അവർ തിരിച്ചു വരണം. എന്നാൽ ഒരു നൂറ്റാണ്ട് മുഴുവൻ ഇസ്ലാമിക ഖിലാഫത്തില്ലാത്ത ഭൂമി എന്ന മാനക്കേട് ഒഴിവാക്കാൻ സാധിക്കും. ഇതിന്റെ സാധ്യതകൾ വളരെ വിശദമായി പഠിക്കേണ്ടതാണ്. എന്നാൽ ആ സാധ്യതയെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപായി ബാധ്യതയെക്കുറിച്ച് പഠിക്കണമെന്നാണ് എനിക്ക് എൻ്റെ സഹോദരന്മാരോടും സഹോദരികളോടും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നു. സൂറത്തുൻ നൂറിലെ 55-ാമത്തെ വചനം, വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്. നിങ്ങളുടെ കൂട്ടത്തിൽ വിശ്വസിക്കുകയും സുകൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്. ഭൂമിയിൽ അവർക്ക് അധികാരം നൽകും. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. അവർക്ക് മുമ്പുള്ളവർക്ക് അധികാരം നൽകിയതുപോലെ. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും.
അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് നൽകിയിട്ടുള്ള ദീൻ നടപ്പാക്കാനുള്ള സൗകര്യം അവർക്ക് ചെയ്തു കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവർക്ക് ഭയപ്പാടിന് ശേഷം നിർഭയത്വം പകരമായി കൊടുക്കും. യഅ്ബുദൂനനി, അവരെനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരായി, ലാ യുശ്രികൂന ബി ശൈഅ, എന്നിൽ ആരെയും ഒന്നിനെയും പങ്കു ചേർക്കാത്തവരായി. അടിസ്ഥാനപരമായ തൗഹീദ്, ശിർക്കിന്റെ ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധമായ തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ഇസ്ലാമിന്റെ തിരിച്ചുവരവ് മുൻപുള്ളവർക്കുണ്ടായതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനുകളായ ആളുകൾക്ക്, സുഹൃതം ചെയ്യുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഈ വചനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സഹാബികളെ കഴിച്ചു. ആ സഹാബികൾ ഖിലാഫത്തിന്റെ മാധുര്യം ലോകത്തിന് ശരിക്കും അനുഭവിപ്പിച്ചു. പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു ഇസ്ലാമിക ഭരണത്തിന്റെ നന്മ, ലോകം ആഗ്രഹിക്കുന്ന സാമൂഹ്യക്ഷേമം, സമൃദ്ധി, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നൂറ്റാണ്ടുകൾ നിലനിന്നു. പോരായ്മകൾ ഉണ്ടായിരുന്നു ചിലയിടത്തെല്ലാം. ആ പോരായ്മയുള്ളതോടുകൂടി ആ കാണുന്ന ഭരണം നാം മനുഷ്യനിർമ്മിതമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എല്ലാം ആക്കിയിട്ട് നടത്തിയാൽ ഉണ്ടാകുന്നത് എന്താണെന്ന് ഞാനും നിങ്ങളും ദിനേന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴും ഇസ്ലാമിന്റെ പൂർണ്ണമായ പ്രാതിനിധ്യം അവകാശപ്പെടാൻ അർഹതയില്ലാത്ത ഗൾഫ് രാജ്യങ്ങളിൽ പോലും അവിടെ ചെന്നാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് സ്വതന്ത്രനാണ് എന്ന ബോധമാണ്. ഇവിടെ നിങ്ങളൊരു ഓഫീസിൽ പോയാൽ നിങ്ങൾ സ്വതന്ത്രനല്ല, നിങ്ങളുടെ പാരതന്ത്ര്യം അവസാനിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചിട്ട് തിരിച്ചു വരും. കാരണം നിങ്ങൾ കൊണ്ടുപോയി കൊടുത്ത കടലാസ് എല്ലാം പൂർത്തിയായാലും നിങ്ങൾ അടുത്ത ആഴ്ച ചെന്നാലേ തരൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന സ്വച്ഛാധിപൻ നിങ്ങളെ അതേ ദിവസം പിരിച്ചുവിടാൻ ഇവിടെ പാടില്ല. അത് അടുത്ത ആഴ്ച എന്ന് ഞാൻ പറഞ്ഞ് വളരെ കുറച്ച കാലയളവാണ്. അടുത്ത മാസേ വരാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്ന സ്വച്ഛാധിപതികളും കസേരയിലുണ്ടാവും. ഈ പാരതന്ത്ര്യം അവസാനിക്കണമെങ്കിൽ വിശ്വാസം, ആദർശം, ധർമ്മബോധം ഇതൊക്കെ ഉണ്ടായാലേ പറ്റൂ. അതൊന്നുമില്ലാത്ത ഒരു ജനതയിൽ അധികാരം നൽകിയാൽ പവർ കറപ്റ്റ്സ്, അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും. ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. സമ്പൂർണ്ണ അധികാരമുള്ള ആൾ സമ്പൂർണമായും ചീത്തയാകും. ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകത്ത് മനുഷ്യർ സന്തോഷം അനുഭവിച്ച ഒരു സംവിധാനമാണ് ഇസ്ലാമിക രാഷ്ട്രം സമർപ്പിച്ചത്. പലപ്പോഴായി നിങ്ങൾ കേട്ടിരിക്കും, റോമ സാമ്രാജ്യത്തിന്റെ കീഴിലുള്ള ഭാഗവും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കീഴിലുള്ള ഭാഗവും ഷാം എന്ന് വിശേഷിപ്പിക്കുന്ന പലസ്തീൻ സിറിയൻ ഏരിയയിൽ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിലെ പൗരന്മാർ ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഗവർണറോട് ആ ഭാഗം ഒന്ന് പിടിച്ചടക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒരു ചെറിയ പടയോട്ടത്തിലൂടെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭാഗവും കൂടി അങ്ങോട്ട് ഇസ്ലാമിക രാഷ്ട്രത്തിലൂടെ ചേർത്തുകൂടെ. ചോദിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളല്ല, അവർ ക്രിസ്ത്യാനികളാണ്. അവരനുഭവിക്കുന്ന ദുർഭരണത്തിൽ പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭ്യമല്ലാത്തപ്പോൾ തൊട്ടടുത്തുള്ള
ഇസ്ലാമിക സാമ്രാജ്യത്തിലെ പൗരന്മാർ അനുഭവിക്കുന്ന സുഖം കണ്ടുകൊണ്ട് അവരാഗ്രഹിച്ചു പോവുകയാണ് ഞങ്ങളും ഈ രാഷ്ട്രത്തിന്റെ ഭാഗമായെങ്കിൽ എന്ന്. അതാണ് ഇസ്ലാമിന്റെ നന്മ. ഏറ്റവും കുറഞ്ഞ ഇസ്ലാമിക സംവിധാനമുള്ളയിടത്തും ഈ നന്മ മനുഷ്യർ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇത് മനുഷ്യർക്ക് ആവശ്യമാണ്. ഇത് തിരിച്ചു വരേണ്ടതുണ്ട്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. മുസ്ലിങ്ങൾ ഭീതിതരാണല്ലോ ലോകത്തെവിടെയും. വ്യാജമായ ഏറ്റുമുട്ടലും വ്യാജമായ ആരോപണങ്ങളുമായി ലോകത്തെവിടെയും മുസ്ലിങ്ങൾ ഭയപ്പാടിലാണുള്ളത്. നമുക്ക് ഈ ഭയപ്പാട് അള്ളാഹു ദൂരീകരിച്ചു തരും. നമുക്ക് സമാധാനമുണ്ടാകും, നിർഭയത്വമുണ്ടാകും. അതിനാവശ്യം എന്റെയും നിങ്ങളുടെയും വിശ്വാസം, ഈമാൻ, അതിന്റെ നഷ്ടപ്പെട്ടു പോയ തിളക്കം ഉണ്ടാക്കിയെടുക്കലാണ്. അള്ളാഹു പറയുന്നു എന്ന് കേട്ടാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് ഞാനെന്ന ബോധം മനസ്സിലുണ്ടാവുക. ആ ബോധമാണ് നമ്മുടെ ഈമാനിനെ വർദ്ധിപ്പിക്കുന്നത്. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന എന്ന് പറയുന്ന ഈമാനിന്റെ വർധനമുണ്ടാകണമെങ്കിൽ ഈ ബോധം വേണം. അള്ളാഹു പറയുന്നു, അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ഹൃദയം പ്രകമ്പനം കൊള്ളണം. അത് നമ്മിൽ ഇല്ലാതായി പോയിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും പരിശോധിക്കുക. പ്രപഞ്ചനാഥന്റെ പേര് കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനയാണെന്ന് കേൾക്കുമ്പോൾ കിടിലം കൊള്ളാത്ത മനസ്സായി നമ്മുടെ മനസ്സുകൾ ശിലാഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന ആ പരുവത്തിലേക്ക് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ഒരാത്മവിചാരം നടത്തുക. അങ്ങനെ ഒരു മഹാ അപകടം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സുകളെ ആർദ്രമാക്കാനുള്ള ആസൂത്രണങ്ങൾ ചെയ്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കിക്കൊണ്ട് മനസ്സ് അള്ളാഹു എന്ന് പറയപ്പെടുമ്പോൾ പ്രകമ്പനം കൊള്ളുന്നതാക്കി മാറ്റുക. അതാണ് മുഅ്മിനിന്റെ ലക്ഷണം. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. രണ്ടാമത്തേത് വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും എന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വഅമിലുസ് സ്വാലിഹാത്ത് എന്നുകൂടി ഖുർആൻ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. നിങ്ങളിലുള്ള മുഅ്മിനുകൾക്ക് എന്ന് പറഞ്ഞ് പലയിടത്തും ഖുർആനിൽ വാഗ്ദാനമുണ്ട്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. വിശ്വാസികളാണെങ്കിൽ നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾ ദുർബലരാകേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷേ സൂറത്തു നൂറിലെ ആയത്തിൽ ഈ വാഗ്ദാനത്തെ കുറിച്ച് പറയുന്നിടത്ത് വഅമിലുസ് സ്വാലിഹാത്ത്, സുകൃതം ചെയ്യുന്നവരായി നാം മാറണം. നാം സയ്യിആത്ത് ചെയ്യുന്നവരാകാൻ പാടില്ല, സ്വാലിഹാത്ത് ചെയ്യുന്നവരാകണം. ഒന്ന് മനസ്സ് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും കഴിയുന്ന കാര്യമല്ലേ സഹോദര സഹോദരി? ഇത് നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ നാം മാറിയാൽ നമ്മുടെ കരങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നമ്മൾ സാധാരണ ജുമായിൽ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ, അള്ളാഹുവേ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും അവരുടെ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നാം മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ കഅബാലയത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഇതാ കുറച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഇമാമ് ഖുത്ബ പറയുകയാണ്. ആ ഖുത്ബയിലും പ്രാർത്ഥിക്കുന്നു ലോക മുസ്ലിങ്ങൾക്ക് വേണ്ടി. പക്ഷേ എന്തുകൊണ്ട് ലോക മുസ്ലിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതാപത്തിലേക്ക് ഉയർത്തുന്നില്ല?
അവരുടെ വിശ്വാസത്തിന്റെ കുറവ് കൊണ്ട്, സുഹൃതങ്ങളുടെ കുറവ് കൊണ്ട്. അതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസത്തെ തെളിയിച്ചെടുക്കണം. നമ്മുടെ കർമ്മങ്ങൾ സുഹൃതങ്ങൾ കൊണ്ട് നിറക്കണം. എന്നിട്ട് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കും. ഇങ്ങനെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ഒരു ഉമ്മത്തായി മാറാൻ നമുക്ക് പ്രയാസമില്ല. ആ മാറ്റത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ വാഗ്ദാനം പുലരാൻ പോകുന്നത്. നിങ്ങൾ തന്നെയാണ് ഭൂമിയിൽ മനുഷ്യരാശിയെ നയിക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മോട് അപ്പോൾ പറയും. നമുക്കതിനുള്ള അവസരം നൽകും. നാം മാനവരാശിയുടെ എല്ലാ പ്രയാസങ്ങളും അവസാനിപ്പിച്ച് ദുഃഖമില്ലാത്ത, വേദനയില്ലാത്ത, സൗഭാഗ്യപൂർണമായ ഒരു സാമൂഹ്യ ഘടനയ്ക്ക് രൂപം നൽകും. അതിനുള്ള കരുക്കൾ ഓരോന്നായി നീക്കിക്കൊണ്ടിരിക്കും. അള്ളാഹുവാണ് അതിൽ നമ്മെ സഹായിക്കുക. നമ്മുടെ പ്ലാനല്ല, അള്ളാഹുവിന്റെ പ്ലാനാണ് നടപ്പാവുക. നാം ആസൂത്രണം ചെയ്യുന്നതല്ല, അള്ളാഹു നിശ്ചയിച്ചതാണ് സംഭവിക്കുക. ആ ഒരു ബോധ്യത്തോടു കൂടി ഇസ്ലാമിന്റെ തിരിച്ചുവരവ് ഒരു യാഥാർത്ഥ്യമാണെന്നും, ഇന്ന് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ലോകാവസാനം വരെ നിലനിൽക്കുന്നതല്ലെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ തിരിച്ചുവരവിന് വേണ്ടി സന്നദ്ധരാവുക. ആ തിരിച്ചുവരവിൽ എനിക്കും നിങ്ങൾക്കും നമ്മുടേതായി എന്ത് പങ്കുവഹിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ച് അതിന് എന്റേതായ പങ്ക് എന്ത് എന്ന് തീരുമാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക. മുത്തഖീങ്ങളായി ജീവിച്ച് മുസ്ലിങ്ങളായി മാത്രം മരിക്കുന്ന സദ്വൃത്തിൽ ഉൾപ്പെടുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാണ്. ഇസ്ലാമിന്റെ തിരിച്ചുവരവ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഖിലാഫത്തിന്റെ പതനം മുതൽ ഇസ്ലാമിലേക്കുള്ള തിരിച്ചുവരവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മുജദ്ദിദുകളെ ഉണ്ടാക്കുകയില്ല. ഓരോ ഭൂപ്രദേശത്തും ഇസ്ലാമിനെ അതിന്റെ തനതായ രൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മുജദ്ദിദുകൾ വന്നു. ആ മുജദ്ദിദുകളുടെ സംരംഭത്തിന്റെ ഫലമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി, ഉണർവുകൾ ഉണ്ടായി. അതായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാമികമായ ഉണർവ്. അത് നിങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്കൊരിക്കലും സങ്കടപ്പെടാൻ സാധ്യതയില്ല എന്ന് നാം വിശദീകരിച്ച ഭാഗം. ഈ ഉണർവ് സ്വാഭാവികമായും ഇസ്ലാമിന്റെ തിരിച്ചുവരവിനെ ഭയക്കുന്നവർക്ക് ഏറ്റവും അധികം പ്രയാസമുണ്ടാകും. അവർ ആയിരക്കണക്കിന് ആളുകളെ തുറുങ്കിലിടും. എന്നിട്ട് അവർക്ക് തോന്നിയവരെല്ലാം വധശിക്ഷക്ക് വിധിക്കും. പക്ഷേ ഒരു ശത്രുവും കൊന്നൊടുക്കിയാൽ തീരുന്നതല്ല ഇസ്ലാമിന്റെ അനുയായികൾ എന്ന യാഥാർത്ഥ്യം എല്ലാ പിശാചുക്കൾക്കും പിശാചുകളുടെ ഏജന്റുമാർക്കും ബോധ്യം വരും. അതിന് അള്ളാഹു അവസരമുണ്ടാക്കും. അടുത്തു തന്നെ അങ്ങനെയുള്ള അവസരം അള്ളാഹു ഉണ്ടാക്കുമാറാകട്ടെ. തത്താരികൾ ബഗ്ദാദ് ആക്രമിച്ചതിനെ കുറിച്ച് തഫ്സീർ ഇബ്നു കസീറിൽ വളരെ വിശദമായി ആ സംഭവം വിവരിച്ചിട്ട്
അതൊരു ചരിത്ര സംഭവം എന്നതിനേക്കാളേറെ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിലൊരുപാട് പാഠങ്ങൾ ഉള്ളതുകൊണ്ട് ഖുർആനിന്റെ തഫ്സീറിൽ തന്നെ ആ വിശദീകരണം വന്നിരിക്കുന്നു. അത് വായിച്ചാൽ ശരിക്ക് ആ സംഭവം മനസ്സിൽ രൂപപ്പെടുത്തിക്കൊണ്ട് വായിച്ചാൽ ഒരാഴ്ചക്കാലത്തേക്ക് ഉറക്കം വരില്ല. അത്രയേറെ ക്രൂരമായി മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു സംഭവം മാനവ ചരിത്രത്തിൽ വേറെ കാണാൻ കഴിയില്ല. ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് വാള് കൊണ്ട് കീറി വയറ്റിനകത്തുള്ള കുട്ടിയെ ആ വാളിന്റെ അറ്റത്ത് പൊക്കിയിട്ട് മേലോട്ടിട്ട് 2 കഷ്ണമാക്കി വെട്ടുന്നത് വരെയുള്ള ക്രൂരത. ഒരു സമൂഹത്തിന്റെ ആത്മബോധം പൂർണ്ണമായും ഇല്ലാതാക്കി തത്താരികളുടെ ആക്രമണം. അങ്ങനെയാണ് അവർ ബഗ്ദാദ് പിടിച്ചടക്കിയത്. ബൈത്തുൽ ഹിക്മ എന്ന പേരിൽ ബഗ്ദാദിൽ ഉണ്ടായിരുന്ന വൈജ്ഞാനിക കേന്ദ്രം, അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഒന്നിച്ച് തിജ്ല നദിയിലേക്ക് കൊണ്ടുപോയി, ടൈഗ്രീസ് നദിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ പുസ്തകങ്ങളുടെ മേലെയാണ് അവരുടെ കുതിരകളെ അവർ ഓടിച്ചത്. തിജ്ല നദിയിലെ വെള്ളം മഷിയുടെ നിറമായി മാറി അത്രയേറെ ഗ്രന്ഥങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ അതൊന്നും ഇസ്ലാമിന്റെ തിരിച്ചു വരവിന് പ്രതിബന്ധമായിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും കുറച്ച് വധശിക്ഷകൾ വിധിക്കുമ്പോൾ ഞെട്ടേണ്ടതില്ല. വിധിക്കട്ടെ. വിധിച്ചു, ഈ ഭൂമിയിൽ മാത്രമേ നിനക്ക് വിധിക്കാൻ കഴിയൂ എന്ന് ഫറോവയോട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളായി വന്ന മുസ്ലിങ്ങൾ പറഞ്ഞ അതേ വാചകമേ നമുക്ക് അവരോട് പറയാനുള്ളൂ. നിങ്ങൾ വിധിച്ചോളൂ. ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനെ തകർക്കാൻ കഴിയുമെന്ന്, ഇസ്ലാമിന്റെ ഉയിർത്തെഴുന്നേൽപ്പ് തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് വ്യാമോഹിക്കരുത്. ഇസ്ലാം തിരിച്ചു വരിക തന്നെ ചെയ്യും. അള്ളാഹുവാണ് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ പുലരിക്ക് വേണ്ടി പ്രതീക്ഷ നട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിജയത്തിന് സാക്ഷികളാകാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മനുഷ്യർക്ക് ഇസ്ലാമിന്റെ നന്മ എത്തിച്ചു കൊടുക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് മനുഷ്യരുടെ എല്ലാ കഷ്ടപ്പാടുകളും അവസാനിപ്പിക്കാൻ, ഇസ്ലാമിക ജീവിത വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം സാധിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ സഹായിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله تعالى وسلم على خير خلقه محمد وآله وصحبه أجمعين.